തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPM-നുള്ളിൽ വിമർശനം ശക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യ പ്രതികരണവുമായി പ്രാദേശിക CPM നേതാക്കൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഒഴുക്കുന്നത് മുതലക്കണ്ണീർ, കോമൺ സെൻസ് ഉള്ളവരെ മാനേജ്മെന്റ് തലപ്പത്ത് വെക്കണമായിരുന്നു. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ എന്നും ഫേസ്ബുക്ക് പോസ്റ്റുകൾ. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. മാത്രവുമല്ല, കോമൺ സെൻസ് ഉള്ള ആളുകളെ ആയിരിക്കണം ഇത്തരത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ തലപ്പത്തിരുത്തേണ്ടത് എന്നിങ്ങനെ CPM നേതാക്കളുടെ തന്നെ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ ഒരു സമയത്ത് ഉയർന്നു വരികയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ് ദേവിക. ഇപ്പോൾ ആ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളിപ്പോഴുള്ളത് തേവലക്കര ബോയ്സ് സ്കൂളിലാണ്. അവിടെ നാളത്തേക്കുള്ള പൊതുദർശനത്തിനുള്ള അന്തിമ ഒരുക്കങ്ങൾ അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിഥുൻ്റെ ഒരു ചിത്രമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ ആ പന്തൽ, നാളെ മിഥുൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിനുള്ള പന്തലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സ്കൂളും അതിൻ്റെ നടത്തിപ്പ് പൂർണ്ണമായും CPM നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രാദേശിക CPM പ്രവർത്തകർ അല്ലെങ്കിൽ LDF-ൻ്റെ തന്നെ നേതാക്കളൊക്കെ ഉള്ളവർ അത്തരം കാര്യങ്ങൾ അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഒരു പുതിയ വിമർശനത്തിനുള്ള ഒരു സാഹചര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, കുന്നത്തൂർ പഞ്ചായത്ത് ആറാം വാർഡിലെ മെമ്പറായിരുന്ന രതീഷ് പിന്നീട് അയോഗ്യനാക്കപ്പെട്ടു. ആ രതീഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഈ കൊല്ലത്ത് തന്നെ വലിയ ചർച്ചയായി മാറുന്നത്. പ്രത്യേകിച്ച് തേവലക്കരയിലും അതിനപ്പുറത്തേക്കുള്ള പ്രാദേശിക സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ ഈ പോസ്റ്റ്, അതിൽ വരുന്ന കമൻറ്റുകൾ, അതിലുള്ള മറ്റ് CPM പ്രവർത്തകരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒഴുക്കുന്നത് മുതലക്കണ്ണീർ എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രാദേശിക CPM നേതാക്കൾ തന്നെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെയാണ് അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണ്, കോമൺ സെൻസ് ഉള്ളവരെ മാനേജ്മെന്റ് തലപ്പത്ത് വെക്കണമായിരുന്നു. ലോക്കൽ സെക്രട്ടറിക്ക് രൂക്ഷമായ വിമർശനമുണ്ട്. സംവിധാനം ഇനിയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണമെന്നും ആ പോസ്റ്റിൽ പലരും പറയുന്നുണ്ട്. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിലാണെന്ന് പ്രാദേശികമായ CPM പ്രവർത്തകർക്ക് തന്നെ കൃത്യമായ ബോധ്യമുണ്ട്. അവർ അതിൽ കൂടുതൽ കർശനമായ നടപടികൾ ആവശ്യപ്പെടുന്നു. കൂടുതൽ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി പോകണം എന്നുള്ളൊരു നിലപാടിലേക്ക് കൂടിയാണ് എന്തായാലും ഈ പ്രാദേശിക CPM പ്രവർത്തകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇവിടെ പലരും പ്രതികരിക്കുന്നത് അങ്ങനെയായിരുന്നു. വീഴ്ചയുണ്ടായത് മാനേജ്മെന്റിന് തന്നെയാണ്. സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം മാനേജ്മെന്റിനും ഇവിടുത്തെ അധ്യാപകർക്കും ഒക്കെയാണ്. അതിൽ വീഴ്ചയുണ്ടായിരിക്കുന്നു. അതിനെ പൊതിഞ്ഞു പിടിക്കുന്ന, സംരക്ഷിക്കുന്ന, മുതലക്കണ്ണീരൊഴുക്കുന്ന ഒരു നടപടിയിലേക്ക് പോകരുത്, കർശനമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ പാർട്ടിയിലെ പ്രാദേശികമായ പ്രവർത്തകരും ചില പ്രാദേശിക നേതാക്കളുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്കെതിരെ തന്നെ വലിയ വിമർശനങ്ങളായി ഉന്നയിക്കുന്നത്. ശരി പ്രജിത്ത്, അതോടൊപ്പം തന്നെ നാട്ടുകാരും പറയുന്നുണ്ട് ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ CPM-ന് ആകില്ല. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് MV ഗോവിന്ദന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഒരു ബന്ധവും CPM-ന് സ്കൂളുമായി ഇല്ല എന്ന് പറയുമ്പോഴും നാട്ടുകാരടക്കം പറയുന്നത് CPM നേതാക്കൾ തന്നെയാണ് സ്കൂളിന്റെ മാനേജ്മെന്റ് തലപ്പത്ത് ഇരിക്കുന്നത്. അവർ ഒരു കാരണവശാലും ഇത് ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായത് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഒരു ഇവിടെ ഒരു അടുത്തുള്ള ഒരാൾ, വളരെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല എങ്കിലും CPM-കാരനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. പിന്നീട് ഇടതുമുന്നണിയിൽ പ്രവർത്തിക്കുന്നവർ കൃത്യമായി ഇത് CPM മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണെന്ന് പറഞ്ഞു. MV ഗോവിന്ദൻ ഈ വിവാദം, അതായത് ഈ കുട്ടിയുടെ മരണമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പറയുകയാണ് ഈ സ്കൂളിന് CPM-മായി ഒരു ബന്ധവുമില്ല എന്നുള്ളത്. അത് പ്രാദേശികമായി തന്നെ വലിയ എതിർപ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തോട് വരുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വരികയോ ഈ വിഷയത്തിൽ നേരിട്ട് ഈ സ്കൂളിൽ സന്ദർശനം നടത്തുകയോ ചെയ്തിട്ടില്ല. BJP സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷനടക്കമുള്ളവർ എത്തുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കൊല്ലത്തുള്ള മന്ത്രിമാരെയൊക്കെ അണിനിരത്തി ഒരു ശക്തി പ്രകടനം പോലെ, അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ സന്ദർശനമൊക്കെ കൊല്ലത്തെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളെയൊക്കെ അണിനിരത്തിക്കൊണ്ടായിരുന്നു. KN ബാലഗോപാലും അടക്കമുള്ളവർ, ചിന്താ ജെറോമിനെ പോലെയുള്ളവർ, മറ്റ് മുതിർന്ന നേതാക്കൾ. അപ്പോൾ ആ ഒരു മുഴുവൻ ഒരു ശക്തി പ്രകടനം പോലെ അവർ കാണിക്കുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ സ്കൂളല്ല, ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈകഴുകിയ CPM സംസ്ഥാന സെക്രട്ടറി ഇത് CPM-ന്റെ സ്കൂളാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലെങ്കിലും തൻ്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുമോ, താൻ പറഞ്ഞ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നുള്ളൊരു തിരുത്തൽ വരുത്താൻ തയ്യാറാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സംസാരിച്ച ഈ കുട്ടിയെപ്പറ്റി ഒരു തരത്തിൽ പറഞ്ഞാൽ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ, മരിച്ചുപോയൊരു കുട്ടിയെപ്പറ്റി കുറ്റം പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ മന്ത്രി ചിഞ്ചുറാണി പിന്നീട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി, വാക്കുകൾ തെറ്റിപ്പോയി എന്ന സാഹചര്യത്തിലേക്ക് പോയി. ആ നിലപാട് MV ഗോവിന്ദൻ സ്വീകരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും ഇവിടെ വീഴ്ച വന്നിരിക്കുന്നത് സർക്കാർ സംവിധാനത്തിനാണ്. ഈ
ഈ കുട്ടിയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാർ വകുപ്പുകൾക്കാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നുള്ള ചോദ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടതുപോലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് കൃത്യമായ നടപടി സ്വീകരിച്ച ഇനിയൊരു ദുരന്തം ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ, കേരളത്തിലെ സ്കൂളുകളിൽ എവിടെയും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.